8ാം ക്ലാസ് ബേസിക് സയൻസിലെ 15ാമത്തെ പാഠഭാഗമായിട്ടുള്ള സൊല്യൂഷൻസ് അഥവാ ലായനികൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പൂരിത ലായനി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ അപൂരിത ലായനി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പൂരിത ലായനി എന്ന് പറഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയറിക്കൽ ടെമ്പറേച്ചറിൽ, അതായത് ഒരു നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ആ ഒരു താപനിലയിൽ നമുക്ക് എത്രമാത്രം അളവിൽ ഒരു ലീനത്തെ ഒരു ലായകത്തിൽ മിക്സ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സൊല്യൂട്ടിനെ ഒരു സോൾവെൻറ്റിൽ ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിക്കൽ ടെമ്പറേച്ചറിൽ എത്രമാത്രം നമുക്ക് ലയിപ്പിക്കാൻ കഴിയും, ആ ഒരു മാക്സിമം പരമാവധിയുള്ള അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൂരിത ലായനി എന്ന് പറയുന്നത്. അത്രയും ലയിപ്പിച്ചിട്ടുള്ള ആ ഒരു ലായനിയെയാണ് പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ തൊട്ട് മുൻപുള്ള സ്റ്റേജ് വരെ, അതായത് ഈ ഒരു സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആകുന്നത് വരെയുള്ള ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനും സാച്ചുറേറ്റഡ് സൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിലുള്ള ലീനത്തിൻ്റെ അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ അത്രയും അളവ് ഈ ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ അപൂരിത ലായനി എന്ന് പറയുന്ന ലായനിയിൽ അത്രയും ഗാഢത ഈ ഒരു ലീനത്തിന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സൊല്യൂട്ടിന് ഉണ്ടാവില്ല. അത്രയാണ് നമ്മൾ ഈ ഒരു സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ദെൻ അടുത്തതാണ് നമ്മൾ പറയുന്നത് സോലുബിലിറ്റി ഓഫ് എ സൊല്യൂട്ട്. ഒരു സൊല്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ലീനത്തിൻ്റെ ലായത്വം അത് എപ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു 100 ഗ്രാം സോൾവെൻറ്റിലേക്ക് എത്ര ഗ്രാം സൊല്യൂട്ട് വേണം അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവാൻ, അതും നോർമൽ ടെമ്പറേച്ചറിൽ. ആ ഒരു അളവിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സോലുബിലിറ്റീൻ്റെ അളവിനെയാണ് നമ്മൾ ആ ഒരു സൊല്യൂട്ടിൻ്റെ ലായത്വം അല്ലെങ്കിൽ എന്താണ് സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു 100 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം സോൾവെൻ്റ് എടുത്തു അല്ലെങ്കിൽ വെള്ളം എടുത്തു, അതിലേക്ക് നമ്മൾക്ക് ഒരു സൊല്യൂട്ടിന് ആഡ് ചെയ്യണം, എക്സാമ്പിളായിട്ട് പഞ്ചസാര. ആ ഒരു പഞ്ചസാര എത്ര ഗ്രാം വരെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്താണ് പൂർണ്ണമായിട്ടും അതിൽ നമ്മുടെ നോർമൽ താപനിലയിൽ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ അത് ലയിച്ചു പോകുന്നത്, ആ ഒരു എമൗണ്ട്, ആ ഒരു സൊല്യൂട്ടിൻ്റെ അതായത് പഞ്ചസാരയുടെ അളവിനെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അത്രയും അളവ് പഞ്ചസാരക്കാണ്, ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ആ ഒരു സൊല്യൂട്ടിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലീനത്തിൻ്റെ ലായത്വം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താ പറയുക അതിപൂരിത ലായനി. അതായത് നമ്മൾ നോൺ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് പറഞ്ഞു, അതായത് അപൂരിത ലായനി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പൂരിത ലായനി പറഞ്ഞു. ഈ പൂരിത ലായനിയിലേക്ക് നമ്മൾ ഇനി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സൊല്യൂട്ട് ഇട്ടാൽ ഒരിക്കലും മിക്സ് ആവത്തില്ല, അതും നോർമൽ ടെമ്പറേച്ചറിൽ. നമ്മുടെ നിത്യമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന താപനിലയിൽ അതൊരിക്കലും ഇനി മിക്സ് ആവില്ല, കാരണം അതിൻ്റെ മാക്സിമം അളവാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ താപനില അല്ലെങ്കിൽ താപം കൊടുക്കേണ്ടി വരും, കുറച്ച് ചൂടാക്കേണ്ടി വരും. ചൂടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി ലീനം മിക്സ് ആകും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ചായ വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നോർമലി മിക്സ് ആക്കുന്നതിലപ്പുറം പഞ്ചസാര അതിൽ പെട്ടെന്ന് മിക്സായി പോവും. ഓക്കെ, അങ്ങനെ മിക്സാക്കി നമ്മളതൊരു എക്സ്ട്രാ എമൗണ്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചൂട് നമ്മളെങ്ങനെ പയ്യെ വിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു നമ്മളിട്ടിരിക്കുന്ന സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്തായിട്ട് മാറും, അതിലിങ്ങനെ കട്ടി പിടിച്ച് വരാൻ തുടങ്ങും. ഓക്കെ, ആ ഒരു കട്ടി പിടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ്, ആ കട്ടി പിടിക്കാൻ തുടങ്ങി അത് ക്രിസ്റ്റലൈൻ സ്റ്റേജായിട്ട് മാറി. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ചൂടിൽ നമ്മൾ അത്രയും സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അതിപൂരിത ലായനി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾക്ക് ഈ ഒരു സോലുബിലിറ്റി അല്ലെങ്കിൽ ലായത്വത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് അതിനെ സഹായിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിപൂരിത ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ കൊടുത്തു നമ്മൾ. അതുപോലെ
അടുത്തൊരു സബ്സ്റ്റൻസ് ആണ് നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്. ആ ഒരു ലീനം എന്ന് പറയുന്നത് ഏത് നേച്ചറാണ്, അതായത് പെട്ടെന്ന് അലിയുന്നതാണോ അല്ലെങ്കിൽ പെട്ടെന്ന് അലിയാത്തതാണോ, ഇതൊക്കെ ഈ ഒരു ലായത്വം അല്ലെങ്കിൽ സോലുബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കുക. മീൻസ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.